ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേം വാലുവേഷൻ 2024 നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അതിലെ ലാസ്റ്റ് പാർട്ടാണ് 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ SSLC എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിലുള്ള ആൻസറുകൾ നമുക്ക് നോക്കാം. നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല മാർക്ക് കിട്ടി എല്ലാവരും A+ കൂടി പാസ്സാവട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്രിസ്മസിന് ചോദിച്ചത്, അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. 22ാമത്തെ ചോദ്യം മുതലാണ് ഈ എന്തിൽ വരുന്നത്, 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ദ അൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 4n+1. ദെൻ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n+1 എന്നാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ആദ്യ പദം കണക്കാക്കുക. വാട്ട് ഈസ് ദ 21st ടേം? 21ാം പദം കണക്കാക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 21 ടേംസ്? ആദ്യത്തെ 21 പദങ്ങളുടെ തുക കണക്കാക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ സീക്വൻസ് ഒബ്റ്റെയിൻ ബൈ ആഡിങ് 1 ടു ഈച്ച് ടേം ഓഫ് ദ സീക്വൻസ്? ഈ ശ്രേണിയിലെ പദങ്ങളിലേക്ക് 1 കൂട്ടിക്കിട്ടുന്ന ശ്രേണിയിലെ ആദ്യത്തെ 21 പദങ്ങളുടെ തുക കണക്കാക്കുക. സോ 4n+1 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ബീജഗണിതം അഥവാ അൽജിബ്ര ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് n-ന് 1 കൊടുത്താൽ മതി. അപ്പോൾ 4 × 1 4, 4+1 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ 21st ടേം? 21ാമത്തെ പദം കാണാൻ n-ന് 21 കൊടുത്താൽ മതി. സോ 4 × 21, 21 × 4 നമുക്ക് ചെയ്ത് നോക്കാം എത്രയാണ് കിട്ടുക എന്നുള്ളത്. 1 4s are 4, 2 4s are 8, 84 കിട്ടും. സോ 84ക്ക് 1 കൂട്ടിയാൽ 85. അപ്പോൾ 21ാം പദമായി, 1ാം പദമായി, 21ാം പദമായി അല്ലേ. ഫസ്റ്റ് ടേം 5 ആണ്, 21st ടേം 85 ആണ്. ഇനി ഫസ്റ്റ് 21 ടേംസിൻ്റെ സമ്മ് കാണാനാണ്. Sn = n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, അതായത് x1 + xn എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ Sn എന്ന് പറഞ്ഞാൽ 21 ടേംസിൻ്റെ സമ്മാണ്, n/2 ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നുണ്ട്. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുള്ള ഡയറക്റ്റ് വാല്യൂ കൊടുത്തുകയാണ്. n/2 ഇൻറ്റു x1 + xn, ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ 21 ടേംസ് ആണ്. അപ്പോൾ 21/2 ഇൻറ്റു 5 + 85. 85ലേക്ക് 5 കൂട്ടിയാൽ 21നെ 2 ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല, പോയിന്റ് സംഖ്യ വരും. 85ക്ക് 5 കൂട്ടിയാൽ നമുക്ക് 90 എന്ന് കിട്ടും. ഇനി ഈ 90നെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ 21 × 45 എന്ന് കിട്ടും. ഓക്കെ, ഇനി 45നെ എന്ത് ചെയ്താൽ മതി, 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 21നെ 45 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും ഒന്നാണ്. 1 5 5, 1 4 4. പിന്നെ അടുത്ത 2 കൊണ്ട് 2 5 10ക്ക് 0 ഒരു സ്ഥാനം മാറ്റിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ശേഷം 1 വരും. 1 4 4 24 8 1 9, 5 4 9, 945 എന്ന് കിട്ടും. അപ്പോൾ 21 പദങ്ങളുടെ സമ്മായി എത്രയാണ്, 945. ഇനി ഇതിലെ D ക്വസ്റ്റ്യൻ, ആദ്യ പദത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, 1 കൂട്ടാനാണ് ഓരോ ടേംസും. ഈ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് 5 9 13 17 21 എന്ന് പറഞ്ഞു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ സീക്വൻസിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യണം. അപ്പോൾ 5ലേക്ക് 1 ആഡ് ചെയ്യും, 9ലേക്ക് 1 ആഡ് ചെയ്യും, 13ലേക്ക് 1 ആഡ് ചെയ്യും, എല്ലാത്തിലേക്കും 1 നമ്മൾ ആഡ് ചെയ്യും. നമ്മളുടെ കയ്യിൽ ഈ 1നെ നമ്മൾ പുറത്ത് എല്ലാത്തിനും നമ്മൾ 1 ഉണ്ട് അല്ലേ. നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്യണം. അഥവാ ആദ്യം 5 9 അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം. അഡീഷൻ ആയതുകൊണ്ട് ഫസ്റ്റത്തേനെ നമുക്ക് ലാസ്റ്റത്തേറ്റ് ആഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഇതാക്കാം. അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്, അതിന് ഓർഡർ ഇല്ല. അപ്പോൾ 5 9 13 17 21 എക്സെട്ര 85 അതിന് ഞാൻ ആദ്യം എഴുതി. പിന്നെ ബാക്കി 21 ഒന്നുകളുണ്ടാവും. 5 9 13 15 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 945 ആണ്. ഓക്കെ, പിന്നെ 21 ഒന്നുകളും. അപ്പോൾ 945ക്ക് 21 കൂട്ടിയാൽ മതി. 5ക്ക് 1 കൂട്ടിയാൽ 6, 4ക്ക് 2 കൂട്ടിയാൽ 6, അപ്പോൾ 966 എന്ന് വരും. ഓക്കെ, അപ്പോൾ 1 കൂട്ടിക്കിട്ടുന്ന ശ്രേണിയുടെ 21 പദങ്ങളുടെ സമ്മ എത്രയാണ്, 966.
അടുത്ത് A cylindrical vessel of radius 20 cm and height 30 cm is filled with water. ആരം 20 സെന്റിമീറ്ററും ഉയരം 30 സെന്റിമീറ്ററും ഉള്ള ഒരു വൃത്തസ്തൂപികാകൃതിയിലുള്ള പാത്രത്തിൽ വെള്ളം നിറച്ചിരിക്കുന്നു. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്? ഇതിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കും? ഇഫ് എ സോളിഡ് മെറ്റൽ സ്പിയർ ഓഫ് റേഡിയസ് 15 സെന്റിമീറ്റർ is immersed into the vessel, how many liters of water remain in it? 15 സെന്റിമീറ്റർ ആരമുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ഗോളം ഇതിലേക്ക് മുക്കിയാൽ എത്ര ലിറ്റർ വെള്ളം പാത്രത്തിൽ ബാക്കിയുണ്ടാവും? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉത്തരം നോക്കാം. വോളിയം കാണണം. അതിൽ എത്ര കണ്ടന്റ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയാൻ നമ്മൾ കാണേണ്ടത് ആരെയാണ്? വോളിയാണ് നമ്മൾ കാണേണ്ടത്. വോളിയം കാണാൻ ഇക്വേഷൻ സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അഥവാ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഓക്കെ, പൈയുടെ വാല്യൂ 3.14 നമ്മൾ എടുത്തു. റേഡിയസ് 20 തന്നിട്ടുണ്ട്. റേഡിയസ് 20, ഹൈറ്റ് 30. ഓക്കെ, 20യുടെ സ്ക്വയർ 400 ആണ്. ദെൻ 400 ഇൻറ്റു 3 നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടുത്തെ പോയിന്റ് കളയുക, പൂജ്യങ്ങളും കളയുക. അപ്പം 4 ഇൻറ്റു 3 എത്രയാ? 12. പിന്നെ 314നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 4 4 24 8, 1 2 2, 1 3 3 23 6, 1 4 4, 1 1 1 3 3, ആഡ് ചെയ്തു 8, 4 2 6, 6 3 7, പിന്നെ 3. ഇനി എത്ര പൂജ്യം ഉണ്ട്? 1 2 3 പൂജ്യം. അപ്പോൾ 3 പൂജ്യം ഇട്ട് കൊടുക്കുക. 1 2 3. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പറാ? 2 നമ്പർ. അപ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് പൂജ്യം ആയതുകൊണ്ട് നമ്മൾ ആ പൂജ്യത്തിന് ഒഴിവാക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ 37,680 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി നമുക്കറിയാവുന്നത് ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അപ്പം നമ്മളിതിനെ മീറ്റർ ക്യൂബിക്ക് മാറ്റണം. സെൻറ്റിമീറ്ററിനെ മീറ്റർക്ക് മാറ്റാൻ 100 വേണം. സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 3 100 വേണം. 3 100 പറഞ്ഞാൽ 6 പൂജ്യം വരും. കണ്ട 2 4 6. അപ്പോൾ 6 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. നോക്കിക്കോ, പോയിന്റ് ഇട്ട് നമുക്ക് 1000 കൊണ്ട് തന്നെ ഗുണിച്ചുകൊണ്ട് സ്വിച്ച് ചെയ്യാം കേട്ടോ. 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിന് 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ നോക്കിയാൽ ഇവിടുത്തെ 3 പൂജ്യവും ഇവിടുന്ന് 1 2 3 പൂജ്യം വെട്ടിപ്പോവും. ഇവിടുന്ന് ഒരു പൂജ്യവും ഇവിടുന്ന് ഒരു പൂജ്യം വെട്ടിപ്പോവും. ബാക്കി ഇനി 2 പൂജ്യം അല്ലേ? അപ്പോൾ ഈ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 37.68 എന്ന് വരും. കണ്ടോ എങ്ങനെയാ? 1 മീറ്റർ ക്യൂബാണ് 1000 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബിനെ നമ്മൾ മീറ്റർ ക്യൂബിക്ക് മാറ്റുക. 1 സെൻറ്റിമീറ്ററിനെ മാറ്റാൻ 100. സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 3 100 അഥവാ 6 0 വരും. അപ്പോൾ അത്രയും മീറ്റർ ക്യൂബാണ്. ഡിവൈഡ് ചെയ്തുണ്ട് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്യാതെ ആ നമ്പറിനെ തന്നെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു? 1000 കൊണ്ട് ഗുണിച്ചു. 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അപ്പോൾ അത്രയും ക്യൂബിക് മീറ്റർ അറിയാനും വേണ്ടി നമ്മൾ അതിനെ 1000 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടുന്ന് 3 0യും ഇവിടുന്ന് 3 0യും പോയി. ഇവിടുന്ന് ഒരു 0യും മേലത്തെ ഒരു 0യും പോയി. ബാക്കി 3768/100. 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി കേട്ടോ. 37.68 ലിറ്റർ എന്ന് കിട്ടും. ഇനി ഒരു വോളിയം ഓഫ് സ്പിയർ നമ്മൾ 15 സെൻറ്റിമീറ്റർ റേഡിയസുള്ള ഒരു സ്പിയർ ആണ് അതിലേക്ക് ഇട്ടത്. അപ്പോൾ സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 പൈ ആർ ക്യൂബ് ആണ്. റേഡിയസ് 15 ആണ്. 15നെ 3 വട്ടം ഗുണിക്കണം എന്നാണ്. 15 × 15 × 15 അതാണ് ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ. ഈ 15നെ നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 എന്ന് കിട്ടും. 15ൽ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം ഉണ്ട് കേട്ടോ. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആദ്യം നമുക്കൊരു തലക്കന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. 314നെ 4 കൊണ്ട് ഗുണിക്കുക. 4 16 6, ശിഷ്ടം 1, 1 4 4, 4 1 5, 3 4 12. ഓക്കെ, അപ്പോൾ 314 4 ഗുണിച്ചു. ഇനി 5 കൊണ്ട് ഗുണിക്കുക. 6 5 30 0, ശിഷ്ടം 3 വരും. 5 5 25 3 28 8, ശിഷ്ടം 2 വരും. 2 5 10 2 12 2, ശിഷ്ടം 1 വരും. 1 5 5 5 1 6. ഇനി 15 × 15 നമുക്കറിയാവുന്നതാണ് 225 ആണ്.
അല്ലേ? 15 × 15 എത്രയാണ്? 225 അപ്പോൾ നമുക്കിതിനെ 225 ആയിട്ട് ഗുണിക്കാം. പൂജ്യം × 0, 0 × 5 0, 8 5 40 0, ശിഷ്ടം 4, 2 5 10 4 14 4, ശിഷ്ടം 1, 6 5 30 1 31. പിന്നെ ഇനി 2 കൊണ്ട് ഗുണിക്കുകയാണ്. ഒരു സ്ഥാനം മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് 2 × 0 0, 1 8 7 8 16 6, ശിഷ്ടം 1, 1 2 2 2 4 3 5, 1 6 6 6 12. വീണ്ടും 2 കൊണ്ട് തന്നെ അപ്പോൾ അതേ നമ്പറുകൾ തന്നെ കിട്ടും. 0 6 5 2 1. ഒരു സ്ഥാനം മാറ്റിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് എഴുതാനുണ്ടോ. 0 0 6 4 10 0, ശിഷ്ടം 1 1 1 2 6 5 11 1 12 1 13 3, ശിഷ്ടം 1 5 2 7 7 3 10 1 11 1, ശിഷ്ടം 1 2 1 3 1 4 1. എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ഇതാ ഓക്കെ. അപ്പോൾ 14,130 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി ഇതിനെ നമ്മൾ മീറ്റർ ക്യൂബൊക്കെ മാറണം. കാരണം ഇത്രയും വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പോൾ ബൈ എത്രയാ? ഒറ്റ 10 100 1000 16 ലക്ഷം 10 ലക്ഷം വരും. ഇൻറ്റു 1000 ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിറ്റർ കിട്ടും. ഇവിടുന്ന് 3 0 പോകും, ഇവിടുന്ന് 3 0 പോകും, ഇവിടുന്ന് ഒരു 0 പോകും, ഇവിടുന്ന് ഒരു 0 പോകും. 1413 100 ഡിവൈഡ് ചെയ്യുമ്പോൾ 14.3 കിട്ടും. അത്രയും വെള്ളമാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ആദ്യമുള്ള ലിറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 14.313 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 37.68 14.13 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 8 3 പോയാൽ 5, 6 1 പോയാൽ 5, 7 4 പോയാൽ 3, 3 1 പോയാൽ 2, 23.55 ലിറ്റർ ഉണ്ടാവും ബാക്കി. ഓക്കെ, 23.55 ലിറ്റർ ബാക്കി ഉണ്ടാവും. അടുത്ത 24ാമത്തെ ചോദ്യം. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് സീ ദ ടോപ്പ് ഓഫ് ദ ടവർ 40 meter away at an elevation of 35 degree and sees the foot of the tower at a depression of 50 degree. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരാൾ 40 മീറ്റർ അകലെയുള്ള ഒരു ടവറിൻ്റെ മുകളറ്റം 35 ഡിഗ്രി മേൽക്കോണിലും ടവറിൻ്റെ താഴ്ഭാഗം 50 ഡിഗ്രി കീഴ്ക്കോണിലും കാണുന്നു. ഡ്രോ എ റഫ് ഫിഗർ യൂസിങ് ദ ഗിവൺ ഡാറ്റ. തന്നിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരക്കുക. ഓക്കെ, ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ, അപ്പോൾ ഇവിടെ ഒരു കെട്ടിടം, ടവർ, അതിന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇതും വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു സ്ട്രൈറ്റ് വ്യൂ, കെട്ടിടത്തിൻ്റെ മുകളറ്റം അയാൾ കാണുന്ന ആംഗിൾ എത്രയാ? 40 മീറ്റർ അകലെയുള്ള ഒരു ടവറിൻ്റെ മുകളറ്റം. അപ്പോൾ ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം 40 മുകളറ്റം 35 ഡിഗ്രിയിൽ. അപ്പോൾ ഇവിടെ 35. കീഴ്ഭാഗം, അപ്പോൾ ഇവിടെ നിങ്ങോട്ട് താഴോട്ട് നോക്കി, അത് കാണുന്നത് 50 ഡിഗ്രിയിലും. നാൽപ്പത് മീറ്റർ അകലെ. ഇതാണ് നമ്മുടെ ചിത്രം. ഓക്കെ, എങ്ങനെ വരയ്ക്കണ്ടേ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഫിഗർ വരച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? കെട്ടിടത്തിൻ്റെ ഹൈറ്റ് കാണണം. കെട്ടിടത്തിൻ്റെ ഹൈറ്റാണ് കാണേണ്ടത് കേട്ടോ. അതിന് നോക്കി, ഇതാ ഈ EC എന്ന് പറയുന്ന ലൈനും AB എന്ന് പറയുന്ന ലൈനും പാരലൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 50 ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ലൈന് ആ പാരലൽ ലൈനെ ടച്ച് ചെയ്യുന്ന ലൈനാണ്. ആ ലൈനും മുകളിലെ പാരലൽ ലൈനായിട്ട് 50 ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ താഴെയും എന്ത് തന്നെയായിരിക്കും? 50 തന്നെ ആയിരിക്കും. ഇതിനെ നമ്മൾ അൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, AE ആണ് ബിൽഡിങ്, BD ടവറാണ്. അപ്പോൾ നമ്മളിവിടെ 50 എന്ന് കിട്ടിയാലോ. അപ്പോൾ ഇനി നമുക്ക് AE അല്ലേ കാണണ്ടേ? ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിക്കണം. അപ്പോൾ ആരും ഉപയോഗിക്കുക? ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്ന ഏതാണ്? ടാൻ ആണ്. അപ്പോൾ ടാൻ 50 = ഓപ്പോസിറ്റ് സൈഡ് AE ആണ്, അഡ്ജസൻറ്റ് സൈഡ് AB ആണ്. അപ്പോൾ AE/AB
എ ബി വരും. ഇനി ടാൻ 50ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 1.19 ആണ്, അതിവിടെ കൊടുത്തു. എ ബിയുടെ വാല്യൂ 40 ആണ്, അതും കൊടുത്തു. ഇനി എ ഇ കാണാൻ ഈ എ ഇ 40 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി, അപ്പോൾ അത് ഇൻറ്റു ആവും. ഓക്കെ, ഇതെങ്ങനെ ഇൻറ്റു ചെയ്യുക? 119നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക, പോയിന്റും 0 കളയാം. ഓക്കെ, 4 36ക്ക് 6 വരും, ശിഷ്ടം 3 വരും. 1 4 3 7 വരും. 1 4 4, ഒരു 0 ഉണ്ടായിരുന്നു, ആ 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് കൊടുക്കുക. അപ്പോൾ 4 36ക്ക് 6 ഇഷ്ടം 3. 4 3 7 ആണല്ലോ, 3 ആണ് ഇവിടെ എഴുതിയല്ലേ. 4 36ക്ക് 6 ഇഷ്ടം 3 ഇല്ലേ. 1 4 4, 4 3 7, 1 4 4, അപ്പം 47.6 എന്ന് കിട്ടും കേട്ടോ. ബിൽഡിങ് കെട്ടിടം എന്ന് പറയുന്നത് 47.6 മീറ്റർ ആണ്. ഇനി ടവർ കാണണം. ടവർ എന്ന് പറയുന്നത് ബി ഡി ആണ്, ഇതാ ഈ നീളം ഇവിടം തൊട്ട് ഇവിടം വരെ. അതിൽ ഇവിടെ 47.6 എന്ന് കിട്ടിയിട്ടുണ്ട്. അതേ 47.6 എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. സെയിം ഹൈറ്റ് ആയിരിക്കും ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഡി സിയുടെ ലെങ്ത്തും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അത് ചെയ്യാം. അതിന് ഈസി 40 ആണ്. ഈ 2 ലൈൻ ഈക്വലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി ഇതും ഇതേപോലെ തന്നെ ടാൻ 35 ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസൻറ്റ് തന്നേക്കണം, അപ്പം നമുക്ക് ഡി സി കിട്ടും. ഓക്കെ, അപ്പോൾ എയും ബി സി 47.6 ആണ്, അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞാണ്. ഇനി ടാൻ 35 ഞാൻ പറഞ്ഞ പോലെ ടാൻ 35 ഈക്വൽ ടു ഡി സി ബൈ ഇ സി. ഇ സി 40 ആണ്. ടാൻ 35 ഇവിടെ തന്നിട്ട് 0.70 ആണ്. ഈ 40നെ അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ 2 പോയിന്റ് കളയുക. പോയിന്റ് കളയുമ്പോൾ 70 ആണ്, ആ 0നെയും കളയുക. അപ്പോൾ 7 × 4 7 4 28. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 2 0 ഇട്ട് കൊടുത്തു. 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം, അപ്പോൾ 28 എന്ന് വരും. ആണോ? അപ്പോൾ സി ഡി എത്രയാ? 28. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. ടവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി സിയും സി ഡിയും കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 47.6ക്ക് 28 കൂട്ടണം. ഓക്കെ, 47.6ക്ക് 28 47ൻ്റെ താഴെ എഴുതണം കേട്ടോ, കാരണം അവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 0 ആണ്. ഈ പോയിന്റുകളെല്ലാം ഒരേ ലൈനിൽ വരണം എന്ന് ഓർത്താൽ മതി. 6 7 14 1 15ക്ക് 5 ഇവിടെ പോയിന്റ് ഉണ്ട്, ശിഷ്ടം 1 4 1 5 2 7 75.6 എന്ന് കിട്ടും. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റ് 75.6 കിട്ടി, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 47.6 കിട്ടി. ഇനി 25ാമത്തെ ചോദ്യം വന്നത് എങ്ങനെയാണ്? ഡ്രോ എക്സ് വൈ ആക്സസ് ആൻഡ് മാർക്ക് ദ ഫോളോയിങ് പോയിന്റ്സ്. എക്സ് വൈ അക്ഷങ്ങൾ വരച്ച് താഴെ തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദിസ് പോയിന്റ്. ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണക്കാക്കണം. ആദ്യം കോർഡിനേറ്റ് ആക്സിസ് വരച്ചുകൊണ്ട് ഞാൻ ഈ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സിൽ -3, വൈയിൽ 0, അത് ഇവിടെയാണ് വരിക. ഇവിടെ നിന്നിട്ട് -1 -2 -3, വൈയിൽ 0 ആണ്. ഈ എക്സിൽ 3 എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങോട്ട് 1 2 3, വൈ 0. പിന്നെ എക്സിൽ 6ഉം വൈയിൽ 4ഉം, ഇവിടുന്ന് 3 4 5 6, ഇതാ 6 1 2 3 4 ഇതാ ഇവിടെ. പിന്നെ എക്സിൽ 0ഉം വൈയിൽ 4ഉം, അപ്പോൾ ഇവിടെയും വരും. ഇനി ഇത് ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു പാരലോഗ്രാം ആണ്. നോക്കിയേ, ഇത് എക്സ് ആക്സിസ് ആണ്. ഇത് എക്സ് ആക്സിസിനെ പാരലായിട്ടല്ലേ പോകണം. നോക്കിയേ, അതെ, ഇതും പാരലാണ്, ലെങ്ത്തുകളും സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിൻ്റെ ഏരിയ എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ബേസ്, ഇതാണ് ഹൈറ്റ്. ഹൈറ്റ് 4 കിട്ടും. ബേസ് -3 മുതൽ 3 വരെ, ഇവിടെയും 3 ഇവിടെയും 3, അപ്പോൾ മൊത്തം 6. ഓക്കെ, ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഇതൊരു സാമാന്ത്രികമാണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇവിടെ 6 എന്ന് ഞാൻ പറഞ്ഞു. -3 0ക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് 3 മൊത്തം 6 വരും. ഇവിടെ 0 നിന്ന് 4 വരെ, അപ്പോൾ 4 വരും. അപ്പോൾ 6 × 4 24 യൂണിറ്റ് വരും. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എത്രയാണ്? 24 യൂണിറ്റ് ആണ്. 26ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ PQ QR ആൻഡ് PR ആർ ടാൻജന്റ് ടു ദ സർക്കിൾ. ആംഗിൾ RAC 65 ആണ്, PAB 55 ആണ്. ചിത്രത്തിൽ PQ QR എന്നിവ വൃത്തത്തിലെ തൊടുവരകളാണ്. രണ്ടും ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം BAC കാണാനാണ്. BAC ഇതാ, ഇതിങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ. ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ 65ഉം 55ഉം കൂട്ടിയിട്ട് അത് 180 നിന്ന് മൈനസ് ചെയ്താൽ മതി. കണ്ടോ?
ഓക്കെ, ഇവിടെ 65 55 കൂട്ടുക, 5 5 10 0 ഇഷ്ടം 1, 5 6 6 12, 120 വരും. ഇനി 180 120 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 60 ഉണ്ടാവും. അപ്പോൾ BAC എത്രയാണ്? 60 ഇനി അടുത്തത് BAP എവിടെ BABP കാണണം. ABP ഈ ആംഗിൾ കാണണം, ABP. ഓക്കെ, ഇത് രണ്ടും ടാൻജൻ്റ് ആണല്ലോ. ടാൻജൻറ്റുകൾ പുറത്തുനിന്നുള്ള ടാൻജൻറ്റുകളുടെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ലെങ്ത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കാരണം അത് ഐസോസിലസ് ട്രയാങ്കിൾ ആവും. APയും PBയും ഈക്വൽ ആവും, പുറത്തുനിന്നുള്ള ടാൻജൻ്റ് ആണല്ലോ. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആവും. കാരണം ABP എന്ന് പറയുന്ന ട്രയാങ്കിൾ ഐസോസിലസ് ആവും. രണ്ട് സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്താവും? ഈക്വൽ ആവും. അപ്പോൾ ഇവിടെ 55 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 55. അങ്ങനെയാണ് ഇത് 55 വരുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താ? PQRൻ്റെ എല്ലാ ആംഗിളും കാണാനാണ്. PQRൻ്റെ ഇവിടെ നമുക്ക് 60 നീട്ടി അല്ലേ? ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 60 ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്, ഒരു ട്രയാങ്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ടാൻജൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണ്. ഇത് 60 60 120 ആയി. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 60 ഉണ്ടാവും. ഇനി ഇവിടെ 55, അപ്പോൾ ഇവിടെ 55. 55 55 എത്രയായി? 50 50 100, 5 5 10 110. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 70 ഉണ്ടാവും. ഇവിടെ 65, ഇവിടെ എത്രയായിരിക്കും? അപ്പോൾ 65. 60 60 120 130 ആയി. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. 60ഉം 70ഉം എത്രയായി? 130 ആയി. ബാക്കി 50 150 ആവണ്ടേ? PQRും ഒരു ത്രികോണല്ലേ. ആംഗിൾ P നമുക്ക് 70 നീട്ടി, കണ്ടോ? ഇനി ആംഗിൾ Q നമുക്ക് 60 കിട്ടും. ദെൻ ആംഗിൾ R നമുക്ക് 50 കിട്ടും. ഓക്കെ, 27ാമത്തെ ചോദ്യം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 6 7 ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം 70 ഡിഗ്രി. ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ ആ തന്നിട്ടുള്ള അളവുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ട്രയാങ്കിൾ വരക്കണം. ആ ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഇൻസർക്കിൾ വരക്കണം. അപ്പോൾ നമുക്ക് തന്നത് പ്രകാരം നമ്മളൊരു 7 സെൻറ്റിമീറ്റർ വരച്ചു. അതിനുശേഷം അതിനൊരു ആംഗിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊട്രാക്ടർ വെച്ച് അതിൻ്റെ ആംഗിൾ മാർക്ക് ചെയ്യാം കേട്ടോ. 70 ഡിഗ്രിയാണ് ആംഗിൾ. ആ 70 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 6 സെൻറ്റിമീറ്റർ ആണ് വരക്കേണ്ടത്. അപ്പോൾ അല്ലെ നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ, അത് 6 സെൻറ്റിമീറ്റർ നീട്ടി കൊടുക്കുക. നമ്മളിപ്പോൾ വരച്ചത് 5 സെൻറ്റിമീറ്റർ ഉള്ളൂ, അതൊരു 6 സെൻറ്റിമീറ്റർ നീട്ടി കൊടുക്കുക. ഇനി നമുക്കിതിനെ ട്രയാങ്കിൾ ആക്കിയിട്ട് ഫോം ചെയ്യാം. ഇനി ഇതിൻ്റെ ഇൻസർക്കിൾ വരക്കണം. ഇൻസർക്കിൾ വരക്കുന്ന രീതി ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ആദ്യം ഒരു ആംഗിൾ, ഒരു ചെറിയൊരു മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചുകൊണ്ട് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ സൈഡുകളെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് കോമ്പസ് ഒന്നുകൂടി ഒന്ന് നീട്ടിയിട്ട് ഈ കട്ട് ചെയ്ത പോയിന്റുകളിൽ നിന്നും ഓരോ ആർക്കുകൾ നമുക്ക് വരച്ചാണ്ട് ആ ആർക്കുകളെ കൂട്ടിമുട്ടിക്കുക. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും നമ്മൾ ആ കോണിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുക. അതാണ് നമ്മളുടെ ആംഗിൾ ബൈസെക്ടർ, കോണിൻ്റെ സമഭാജി. ഇൻ സർക്കിൾ വരക്കാൻ നമ്മൾ കോണിൻ്റെ സമഭാജിയാണ് ഉപയോഗിക്കുന്നത്. സർക്കിൾ വരക്കാൻ, പരിവൃത്തം വരക്കാൻ നമ്മൾ സൈഡിൻ്റെ സമഭാജിയാണ് വരക്കുന്നത് കേട്ടോ. ടാൻജൻസിൽ നമുക്ക് ഇൻ സർക്കിളാണ് വരക്കാനുള്ളത്. പിന്നെ സർക്കിൾ വരക്കുന്നത് നമ്മൾ സർക്കിൾസിലാണ്. ട്രയാങ്കിൾ, വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് കേട്ടോ.
നമുക്ക് 3 സൈഡിനും വരക്കാം. 2 എണ്ണം വരച്ചാലും നമുക്ക് സെൻറ്റർ കിട്ടും കേട്ടോ. ഇനി മൂന്നാമത്തതും ആ 2 ലൈനുകൾ കൂട്ടിമുട്ടിയ പോയിന്റ് കൂടെ തന്നെ ആയിരിക്കും കടന്നു പോകുന്നത്. 3 വരച്ചിട്ടാണ് ഇതിൽ വരക്കുന്നത്. 3 വരച്ചിട്ട് തന്നെ നമുക്ക് വരക്കാം. കണ്ടോ, മൂന്നാമത്തെയും നമ്മൾക്ക് എന്താ പറയുക, അതേ പോയിന്റ് കൂടെ തന്നെ കടന്നു പോകും. ഇനി ആ പോയിന്റിൽ നിന്നും ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ലെങ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ സർക്കിൾ വരച്ചാൽ അത് 3 സൈഡിനെയും ടച്ച് ചെയ്യും. ഓക്കെ, ഇനി മെഷർ ദ റേഡിയസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലെങ്ത് നമ്മൾ സ്കെയിലൊന്ന് അളന്നാൽ മതി. നമ്മളിപ്പോൾ ഈ കോമ്പസിൽ സർക്കിൾ വരച്ച ലെങ്ത് ഉണ്ടല്ലോ, അത് നമ്മൾ സ്കെയിൽ എടുത്തുകൊണ്ട് നമ്മുടെ സ്കെയിലൊന്ന് അളന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റേഡിയസും കിട്ടും കേട്ടോ. നമ്മൾ മെഷർ ദ റേഡിയസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് മെഷർ ചെയ്യുക, സ്കെയിൽ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ വരച്ച കോമ്പസിലെ ലെങ്ത് ഉണ്ടല്ലോ, അതിൽ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ലെങ്ത്ത് ഇത് നമ്മൾ കോമ്പസ് അതേപോലെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, സ്കെയിലിൽ കൊടുന്ന് വെക്കുക. സ്കെയിലിൽ കൊടുന്ന് വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ റേഡിയസ് കിട്ടും. Then last one, a toe in the shape of a square pyramid. Its base perimeter is 96 cm and height 9 cm. സമചതുര സ്തൂപികാകൃതിയിലുള്ള ഒരു കളിപ്പാട്ടത്തിൻ്റെ പാദത്തിൻ്റെ ചുറ്റളവ് 96 സെൻറ്റിമീറ്റർ ആണ്. ബേസ് 96 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് 9 സെൻറ്റിമീറ്റർ ആണ്. പാദവക്കിൻ്റെ നീളം കാണണം. കളിപ്പാട്ടത്തിൻ്റെ ചെരുവുയരം കാണണം. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 100 such toys at the rate of 50 rupees per square meter. ഇത്തരത്തിലുള്ള 100 കളിപ്പാട്ടങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നതിന് 1 മീറ്റർ സ്ക്വയറിന് 50 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവോ? നമുക്ക് 1 by 1 ആയിട്ട് കാണാം കേട്ടോ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. സ്ക്വയർ പിരമിഡിലാണ്. ബേസ് പെരിമീറ്റർ ആണ് 96 തന്നിട്ടുള്ളത്. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ചുറ്റളവാണ്, പാദത്തിൻ്റെ ചുറ്റളവ്. പാദം എന്ന് പറയുന്നത് സ്ക്വയർ ആണ്, സമചതുരാണ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണ്? 4a ആണ്. ഓക്കെ, അപ്പോൾ 4a = 96. അതിൽ a = 96/4 എന്ന് കിട്ടും. 96നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 4 4 24 8 വരും. 9 8 പോയ 1 6 അർക്കേതി 4 16 24. ഓക്കെ, അപ്പോൾ പാദവക്ക് കിട്ടിയ എത്രയാ? 24. ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 24. ഇനി രണ്ടാമത്തത് സ്ലാൻഡ് ഹൈറ്റ് കാണണം. ബേസ് എഡ്ജും തന്നിട്ടുണ്ട്, പിന്നെ ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ എയും തന്നിട്ടുണ്ട്, എച്ചും തന്നിട്ടുണ്ട്, എൽ കാണണം. ഓക്കെ, അതിനുള്ള ഇക്വേഷൻ L² = a/2² + h² ആണ്. L ആണ് കാണേണ്ടത്. എ എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 24ൻ്റെ പകുതി 12 വരും. എച്ച് 9 ആണ്. 12 144 ആണ്. 9 81 ആണ്. ഓക്കെ, അപ്പോൾ 144ക്ക് 81 കൂട്ടിയാൽ 225 കിട്ടും. 225ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 15 ആണ്. കുറച്ച് റൂട്ടുകളൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ചു വെക്കണം, നല്ലതാണ് കേട്ടോ. 225 25ൽ അവസാനിക്കുന്നതൊക്കെ 5ലാണ്. പിന്നെ 2 ആണ്. 2 എന്ന് പറയുന്നത് 1 × 2 ആണ് 2. അതിൽ ചെറിയ നമ്പർ. ഓക്കെ, അപ്പോൾ L 15. സ്ലാൻഡ് ഹൈറ്റും കിട്ടിയ എത്രയാ? 15. ഇനി വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 100 such toys. ഇത്തരത്തിലുള്ള 10 ടോയ്സ് പെയിൻറ്റ് ചെയ്യുന്നതിന് എത്രയാണ്? അതിന് ടോട്ടൽ സർഫസ് ഏരിയ കാണണം. a² + 2al. a 24 ആണ്, പിന്നെ L 15 ആണ്. അതിവിടെ കൊടുത്തു. 24 × 24 ചെയ്യുക, 576 കിട്ടും. ഇവിടെ 24 × 2 × 15 ചെയ്യുമ്പോൾ 726. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 1296 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഒരെണ്ണത്തിൻ്റെയാണ് കേട്ടോ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം ഉണ്ട്. അപ്പോൾ 1296നെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 0 ഇട്ട് കൊടുത്താൽ മതി. ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് മീറ്റർ സ്ക്വയറിലാണ്. 1 സെൻറ്റിമീറ്ററിനെ മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 സെൻറ്റിമീറ്ററിനെ മാറ്റാനോ 2 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൽ 2 0 എന്തായി പോവും? വെട്ടിപ്പോവും. ഇനി 100 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 12.96 എന്ന് വരും. 1 മീറ്റർ സ്ക്വയറിന് 50 രൂപയാണ്. അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയറിന് കാണാനോ ഇതിന് 50 ഗുണിച്ചാൽ മതി. പോയിന്റും കളയുക, 0 കളയുക. അപ്പോൾ 1296നെ 5 കൊണ്ട് ഗുണിക്കുക. 6 5 30 0 ശിഷ്ടം 3 കിട്ടും. 9 5 45 3 48 8 ശിഷ്ടം 4. 2 5 10 10 4 14 4 ശിഷ്ടം 1. 1 5 5 1 6. എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, 50ൻ്റെ 0. പിന്നെ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ ആ 2 0 പോവും. ബാക്കി 648. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 648 രൂപ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 5 മാർക്കിന് ചോദിച്ചത്. പിന്നെ 29ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. മറ്റേ എന്താ പറയുക, നമ്മളുടെ
കേസ് ബേസ് പോലെ വരുന്നൊരു ചോദ്യമാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. അതിൻ്റെ ആൻസർ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മളുടെ പബ്ലിക് എക്സാമിന് SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളായിട്ട് നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ഓക്കെ.